അപ്ലോഡ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അത് വഴിയേ അറിഞ്ഞോളൂ. ബ്ലോഗർ സഞ്ജു ടെക്ക് സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനം RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു. സഞ്ജു ടെക്കും കൂട്ടരും യൂട്യൂബിൽ പൂളുണ്ടാക്കി കാറും എടുത്ത് റോഡിൽ ഇറങ്ങിയത്. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി. എസ്പെഷ്യലി നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. കാരണം നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര റീച്ച് ആയിട്ടില്ല. ലോകത്തിൽ ഇവനെ പോലെയുള്ള സകല ഫ്രോഡുകൾക്കും ദൈവം ഒരു ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. നാവ്. അതിന്റെ ബലത്തില് ഇവന്മാരെല്ലാരും വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഇനി മാത്രമല്ല ഗൈസ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. ഗൈസ് പത്രം തുറന്ന അവിടെ അത് ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. പത്രത്തിന്റെ അകത്തൊന്നുമില്ല, പത്രത്തിന്റെ ഫ്രണ്ട് പേജ്. അത് ഒരു പത്രത്തിലല്ല, ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും. ഓൺലൈൻ ന്യൂസിന്റെ കാര്യം പറയാനത് കണക്കേ ഇല്ല. അതിന് എണ്ണമേ എടുക്കാൻ പറ്റില്ല. അത്രത്തോളം ഓൺലൈൻ ന്യൂസ് ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിലാണ് പോയത്. നിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാളിയാ. മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്നേ അങ്ങനെ. പക്ഷെ അങ്ങനെ വീണ്ടും ഒരു വ്ലോഗ് ഇട്ട് കുടുക്കിലായിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വരുമ്പോൾ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലല്ലോ. ഈ വിഷയം വളരെ ഗുരുതരമായിട്ടാണ്, ഗൗരവമായിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ ഈ ഹൈറേഞ്ച് ഹക്കീം. ഇപ്പോൾ ഹൈക്കോടതി കർശനമായി ഇത്തരക്കാർക്കെതിരെ കൂടുതൽ നടപടി വേണമെന്നുള്ള നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടുള്ളതും. വിഷമിക്കണ്ട. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം. ഞാൻ പോകുന്നു. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. മതിയാക്കി പോവാൻ. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ.